ഉൾക്കൊള്ളാൻ നമ്മൾ സന്നദ്ധമാകണം. ഏറ്റവും ചുരുങ്ങിയത് ആ വസ്തുത ഉൾക്കൊള്ളാതെ നമ്മൾക്ക് മുന്നോട്ട് പോയാൽ ആത്മഹത്യ മാത്രമായിരിക്കും ഫലം എന്നുള്ളത് ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. അതൊരു വസ്തുതയാണ്. ജനാധിപത്യത്തിന്റെ ടൂൾസ് ഉപയോഗിക്കാതെ നമ്മൾ പുറത്തു നിന്നിട്ട് ജനാധിപത്യത്തെ തെറി പറയുന്ന ഒരു രീതി കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്നല്ല, ഇന്ത്യയിൽ ആർക്കും ഒരു നേട്ടം ഉണ്ടാകാൻ പോണില്ല. നിങ്ങൾക്കറിയാലോ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള മുസ്ലിം എംപിമാരുടെ എണ്ണം 0. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിവിൽ നിന്ന് അവിടെ രാഷ്ട്രീയമായ ഈ ഞാൻ പറഞ്ഞ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഭാഗധേയത്തിന്റെ വിലയെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമാണ് നടക്കേണ്ടത്. വേറിട്ട് നിൽക്കുവാൻ എളുപ്പമാണ്, വേറിടാൻ പറയാൻ എളുപ്പമാണ്, സമരം പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതുകൊണ്ട് ഒരു നാട്ടിൽ ആ നാട്ടിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൂർവ്വപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു നാടിനെ മറ്റുള്ളവർ കേൾപ്പിച്ചു കൊടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് നാം നമ്മുടെ ഭാഗധേയം നിർവഹിക്കുകയും ആ നാടിനെ നമ്മുടേത് കൂടിയാക്കി തീർക്കുകയുമാണ് വേണ്ടത്. അതിനാണ് പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എന്ന് ചുരുക്കം. കാലങ്ങളിൽ കൈകൊണ്ടുവന്ന രാഷ്ട്രീയ നിലപാടുകളും സമീപനങ്ങളും ഇസ്ലാമിനും മുസ്ലിം രാഷ്ട്രീയത്തിനും ശരിക്കും ഗുണകരമാണ്. ഒന്ന്, ആദിൽ മുഹമ്മദിന്റെ ചോദ്യം, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ കാലാകാലങ്ങളായി നിലകൊണ്ടുവന്ന നിലപാടുകൾ മുസ്ലിങ്ങൾക്കും മുസ്ലിം രാഷ്ട്രീയത്തിനും ഗുണകരമാണോ എന്നാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്കറിയില്ല, അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകൾക്കെല്ലാം അവരുടേതായ വീക്ഷണങ്ങളുണ്ടാകും. ആ വീക്ഷണങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകളും ഉണ്ടാകും. മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പോലും വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വീക്ഷണ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ ശക്തിയായി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ വിലപേശലിന് മുസ്ലിം സമുദായത്തിന്റെ സംഘശക്തിയെ ഉപയോഗിക്കണം എന്നുള്ള വീക്ഷണം. അത് മുസ്ലിം ലീഗിന്റെ വീക്ഷണമാണ്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലേ മുസ്ലിമിന്റെ വീക്ഷണം. മുസ്ലിങ്ങൾ അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും മറ്റുള്ളവരോടൊപ്പം നിൽക്കുകയും അവരിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ അധികാരങ്ങൾ പിടിച്ചു വാങ്ങുകയും ചെയ്യണം എന്ന വീക്ഷണം അത് കോൺഗ്രസിന്റെ വീക്ഷണമാണ്. അതും അന്ന് മുതൽക്ക് നിലനിന്ന് രണ്ടും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വീക്ഷണങ്ങൾ തന്നെയാണ്, അല്ലാന്ന് പറഞ്ഞുകൂടാ. ഒന്ന് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സംഘശക്തിയുടെ വീക്ഷണം, മറ്റൊന്ന് മുസ്ലിങ്ങളുടെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള വീക്ഷണം. ഈ രണ്ട് വീക്ഷണങ്ങളോടുമുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തന്നെ ഒരുപാടുണ്ട്. ഇതൊന്നുമല്ല ശരി, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ വേറൊരു വീക്ഷണമുണ്ട് ഇവിടെ. അപ്പൊ ഇത് എല്ലാം തന്നെ ഈ വീക്ഷണങ്ങൾക്കെല്ലാം അവരുടെ ന്യായീകരണങ്ങളുണ്ട്, അതിൻ്റെതായ തലത്തിലുള്ള ഇടപെടലുകളുണ്ട്. പക്ഷെ നമ്മളൊന്നറിയണം, കേരളം ഇന്ത്യ രാജ്യത്ത് സവിശേഷമായ ചില സവിശേഷതകളുള്ള നാടാണ്. അത് ഉറപ്പാണ്, അതാർക്കും സംശയമില്ല. ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഒരു രാഷ്ട്രീയം എന്നുള്ള നിലക്ക് ഇന്ത്യ രാജ്യം മുഴുവനും തന്നെ ഈ രൂപത്തിലുള്ള ഒരു ചിത്രമുണ്ടായ സന്ദർഭത്തിലും കേരളം വേറിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ ഏകകമായി നിൽക്കുന്നു എന്നതുകൊണ്ടാണത്. അപ്പോ ഈ കേരളത്തിൽ ഇത്തരം ഒരു അസ്തിത്വം ഉണ്ടായതിന് പിന്നിലുള്ള ചരിത്രം എന്താണ്, അതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്, അതിന് പിന്നിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മതസംഘടനകളുടെ ഇടപെടലുകൾ എന്താണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രം പറയണമെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. അപ്പോ ഇതേപോലെയുള്ള ഇസ്ലാഹി സെന്ററിനെ പോലെയുള്ള ഒരു വേദിയിൽ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അത് നിമിത്തമാവുകയും ചെയ്യും. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് നന്മകൾ മുസ്ലിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയമായ ശക്തിയെപ്പോലും ഭിന്നിപ്പിക്കുകയും
അതിന് പല കാരണങ്ങൾ പറഞ്ഞ് അതിനെ ഭിന്നിപ്പിച്ച് തകർത്ത് കളയുന്ന ഒരു സംവിധാനം പലപ്പോഴും സങ്കടകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. അതാണ് നമ്മൾ അവിടെ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. മതപരമായ വീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകാം. പക്ഷേ എന്തായിരുന്നാലും മുസ്ലിങ്ങൾ അവര് കേരളത്തിന്റെ സാഹചര്യത്തിൽ നേടിയെടുത്ത സവിശേഷതകളെ മുഴുവനും തകർത്ത് കളയുന്ന രൂപത്തിൽ ഉത്തർപ്രദേശിന്റെ മാതൃകയിലേക്ക് കേരളത്തിലെ ആക്കുന്ന തലത്തിലേക്ക് കേരളത്തിന്റെ ഒരു മുസ്ലിം രാഷ്ട്രീയത്തെ മാറ്റിത്തീർക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് ഏതായിരുന്നാലും ശരിയല്ല. അവിടെയെല്ലാം തന്നെ മുസ്ലിം സംഘടനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ മജീദ്. ചെമ്മാട് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണ്. എൻ്റെ ചോദ്യം, മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇതിന് പ്രമാണബദ്ധമായി മുസ്ലിങ്ങളായ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അത് ശരിയാണ് എങ്കിൽ അത് നമുക്ക് എല്ലാ 10-30ഓളം സംഘടനകൾ ഒരുമിച്ചിരുന്ന് കോഴിക്കോട്ട് വാർത്താ സമ്മേളനം നടത്തി ഒരു പൂച്ചെണ്ട് കൊടുത്താൽ അത് തീർന്നു. പക്ഷെ മറിച്ചാണെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പറേഷൻ നടത്തണം? ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുമോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം തന്നാൽ നന്നായിരുന്നു. ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഫാനിൻ്റെ മുമ്പ് കുറച്ചും ഇങ്ങോട്ട് സൈഡിലേക്ക് നിൽക്കുക. ആ ഫാൻ ഉണ്ടായതുകൊണ്ടാണ് മൈക്ക്. അതായത് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണ് എങ്കിൽ, അത് നല്ല രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്, നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നു എങ്കിൽ പിന്നെ പ്രമാണബദ്ധമായി നാം ചെയ്യേണ്ടത് എന്ത്, അല്ലെങ്കിലും ചെയ്യേണ്ടത് എന്ത്? മറിച്ച് ഇത് ശരിയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ 30ഓളം വരുന്ന മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്ന് ഒരു പൂച്ചെണ്ട് കൊടുത്ത് അദ്ദേഹത്തെ അംഗീകരിക്കായ്മ, അത് പെട്ടെന്ന് നടത്താൻ പറ്റുന്നൊരു പ്രിപ്പറേഷനാണ്. അതിന് മറിച്ചാണ് സംഭവിക്കുന്നു എങ്കിൽ നാം എന്ത് മുന്നൊരുക്കം നടത്തണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് പൂച്ചെണ്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ്. എന്താ പറഞ്ഞതെന്ന് പോലും എൻ്റെ സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിവിടെ 1.5 മണിക്കൂർ സംസാരിച്ചത് എന്താണെന്ന് എൻ്റെ സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ. പിന്നെ ഞാനിവിടെ പറഞ്ഞത് മുസ്ലിങ്ങൾ രാജ്യസ്നേഹികളാണ്, അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയുന്നവരാണ്, രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആ പ്രധാനമന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയോ അദ്ദേഹം പറഞ്ഞതിലെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയോ ഒന്നുമല്ല നമ്മുടെ വിഷയം. മറിച്ച് ആ പ്രധാനമന്ത്രി പറഞ്ഞ വസ്തുത ശരിയാണ്, അതാണ് പറഞ്ഞത്. അല്ലാതെ പ്രധാനമന്ത്രിക്ക് അതിന് പൂച്ചെണ്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അതുകൊണ്ട് അംഗീകരിക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞത്. പ്രധാനമന്ത്രി ചെയ്തു വന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രത്തിന് തന്നെ എതിരാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 1.5 സഹസ്രാബ്ദമായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് എന്നും ഇന്ത്യ രാജ്യത്തിന് നന്മ വരുത്താൻ ഉദ്ദേശിക്കുന്നവരാണ് എന്നും ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ തക്കം പാർത്ത് നിൽക്കുന്നവരല്ല എന്നുമുള്ള വസ്തുത, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇഷ്ടമില്ലെങ്കിലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ്. ആ ചരിത്രം അംഗീകരിക്കാതെ ഒരു പ്രധാനമന്ത്രിക്ക് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത്. അദ്ദേഹം തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷനാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മുടെ അടുത്തുള്ള പ്രിപ്പറേഷൻ ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു, അയാൾ നല്ല ആര് ചെയ്താലും ഇന്ത്യയുടെ ഭരണഘടന ഉപയോഗിച്ച് അവരെ തിരുത്താൻ കഴിയുന്ന രൂപത്തിൽ ശക്തമാണ് നമ്മുടെ ഭരണഘടന. അതല്ലാത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾക്കടക്കം ആവശ്യമുള്ളത് മുസ്ലിങ്ങളിൽ നിന്ന്. അതല്ലാത്ത പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഭീകരന്മാരാണ് എന്ന് പറയുകയും മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുകയും മുസ്ലിങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകളെയെങ്കിലും ഭീകരന്മാരാക്കി മാറ്റിക്കഴിഞ്ഞാൽ
അവരെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കുകയും മുസ്ലിങ്ങളെ നശിപ്പിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എക്കാലഘട്ടത്തിലെയും ഫാഷിസ്റ്റുകളുടെ ആവശ്യം. അതിനു പകരം മുസ്ലിങ്ങൾ വികാരപരമായി ചിന്തിക്കുന്നതിന് പകരം വിചാരപരമായി ചിന്തിക്കുകയും ഇന്ത്യയുടെ ഭരണഘടന എന്ന ആയുധം ഉപയോഗപ്പെടുത്തി ആ ആയുധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ മര്യാദയോടുകൂടി മാന്യമായി ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ആളുകളടക്കം അതല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിക്കണം. സായുധമായി മുസ്ലിങ്ങൾ സംഘടിക്കണം, സായുധമായി മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, എന്നിട്ട് കവാത്ത് കളിക്കണം, എന്നിട്ട് സ്വകാര്യമായി പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിരോധ സന്നാഹങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആളുകളടക്കം ഭരണഘടനാപരമായി ഉള്ള സമരരീതി തന്നെയാണ് ശരിയെന്ന് അംഗീകരിക്കുകയും ഭരണഘടന അനുസരിച്ച് നിലനിൽക്കേണ്ടതുണ്ടെന്ന് പറയുകയും ഭരണഘടന പ്രകാരം ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്ന് ശക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ് എന്നും ഇന്ത്യയുടെ ഭരണഘടന തന്നെ പാടില്ല എന്നും പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അവരടക്കം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്ന് അംഗീകരിക്കുന്ന ഒരു കാലം. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രായോഗികമായി അതാണ് സത്യമെന്ന് മനസ്സിലാക്കുകയും അതാണ് പ്രായോഗികമെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കാലത്ത് നാം ചിന്തിക്കേണ്ടത് ഈ ഭരണഘടനയെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഉള്ള മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. അതിനാണ് നേരത്തെ പറഞ്ഞത്, കേരളത്തിൽ ഏത് രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലഭിച്ച സവിശേഷമായ രാഷ്ട്രീയ അസ്തിത്വത്തിന് കാരണം രാഷ്ട്രീയമായ ഏതെങ്കിലും പാർട്ടികൾ എന്നതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് കേരളമാണ് ഇന്ത്യൻ ഭരണഘടനയെ ഏറ്റവും ഗുണപരമായി മുസ്ലിം സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിൻ്റെ സൃഷ്ടിപരമായ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിച്ചത് എന്നാണ്. ആ ഉപയോഗിക്കൽ ഇന്ത്യയിൽ മൊത്തത്തിൽ കഴിയുമ്പോൾ, ആ ഉപയോഗിക്കൽ ഇന്ത്യയിൽ മറ്റുള്ള പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്കും കഴിയുമ്പോൾ, ആ ഉപയോഗിക്കൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും കഴിയുമ്പോൾ തീർച്ചയായും അതായിരിക്കും ഏറ്റവും വലിയ പ്രതിരോധം. ആ പ്രതിരോധപാട് ഏത് പ്രധാനമന്ത്രി വന്നാലും ഏത് പ്രസിഡന്റ് വന്നാലും ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ചെയ്യാൻ കഴിയുക അതാണ് ചെയ്യേണ്ടതും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ധിഷണാപരമായ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങൾ, ഇന്ത്യൻ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അക്ബർ സാഹിബ് സൂചിപ്പിക്കുന്നതിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം പറയാനോ ചോദ്യം ചോദിക്കാനോ അല്ല, മറിച്ചൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുക. ഒന്ന്, കേരളത്തിൽ മുസ്ലിം ലീഗ് പോലുള്ളൊരു പ്രസ്ഥാനം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷന് ആവശ്യമായ രീതിയിലുള്ള തലത്തിലേക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആക്കിയെടുക്കുന്നതിൽ പണ്ഡിത സമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട്. അത് നിർവഹിക്കുന്നിടത്തിലേക്ക് പണ്ഡിത സഭ മുന്നിട്ടിറങ്ങേണ്ടത്, അത് ഏത് വിഭാഗം. രണ്ടാമത്, സിഗ്നിഫിക്കൻ്റ് എലമെൻ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന രീതിയിൽ ഈ മുസ്ലിം സമൂഹത്തിലെ ആബാലവൃദ്ധം ജനങ്ങളെയും ആക്കിയെടുക്കേണ്ടതിൻ്റെ കൂടി ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് നേരത്തെ ഈ കഴിഞ്ഞ കാലം മുഴുവനും ഇന്ത്യ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്, അതുപോലെ തന്നെ കോയാലീഷൻ ഗവൺമെൻറ് ഒക്കെ തന്നെ ചെയ്ത അതിൻ്റെ വികാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ അവസാനിപ്പിച്ച സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത് ഏറ്റവും സമഗ്രമായി വളരെ പ്രൊഡക്റ്റീവായി നടക്കാനുള്ള കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം വീറ്റോ പവർ കൃത്യമായി അതിൻ്റെ ഡിസിഷൻ പവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മുടെ പണ്ഡിത സഭകൾക്ക് വലിയ ഇതുണ്ട്. മാത്രമല്ല, KNM പോലുള്ളൊരു പ്രസ്ഥാനം ഇങ്ങനെയുള്ളൊരു ചർച്ച ഒരു വിഷയമിട്ട് ചർച്ചയിട്ടു എന്ന് പറയുന്നത് തന്നെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലെ ശ്ലാഘനീയവും പ്രശംസനീയവുമായ ഒരു കാര്യമാണെന്ന് കൂടി അറിയിക്കുകയാണ്. അതേസമയം ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിലെ വ്യക്തത എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു ചർച്ചയിൽ അവസാനിപ്പിച്ചാൽ മതിയോ, മറിച്ച് ഇതിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഏത് രീതിയിലാണ് ഇന്ത്യൻ സമൂഹത്തിലെ മുസ്ലിങ്ങൾ അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടത് എന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അക്ബർ സാഹിബ് വിശദീകരിക്കേണ്ടത്. ഇവിടെ
പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ ഉസ്മാൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അടുത്ത് മോഡലുകളുണ്ട്, ഒരു നല്ല മോഡലുണ്ട്. പക്ഷേ എന്തോ ഇന്ത്യൻ സമൂഹം അത് ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. നല്ല മോഡൽ ഇവിടെ പറഞ്ഞതുപോലെ കേരളം ഒരു നല്ല മോഡലാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ കേവലം ഇന്ത്യയിൽ മാത്രമല്ല, ശരിക്ക് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ മത നിരപേക്ഷത, സെക്യുലറിസം എന്ന് പറയുന്ന ലോകത്തെ മറ്റു പല രാഷ്ട്രങ്ങളിലും ജനാധിപത്യത്തിൽ മുസ്ലിങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുമായി ചർച്ചകൾ നടത്താൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് പറയാൻ കഴിയും, ശരിക്കും കേരളം ഏറ്റവും നല്ലൊരു മോഡലാണ്. ഇൻ്റർനാഷണൽ സൊസൈറ്റിൻ്റെ മുന്നിൽ പോലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മോഡൽ. പക്ഷെ ആ മോഡൽ എന്തുകൊണ്ടോ ഒരു അഖിലേന്ത്യാ സമൂഹത്തിന് പോലും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ശരിക്കും നമുക്ക് പണ്ഡിതന്മാരെ മാത്രം കുറ്റം പറയാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഒരു സാമൂഹിക മുന്നേറ്റം അവിടെ ഇല്ലാത്തതാണോ? കേരളത്തിലേതുപോലെയുള്ള ഒരു തുടക്കം അവിടെ എന്തുകൊണ്ടിട്ടാണില്ല? ഒരു കുറച്ചുകൂടി ഒരു സാമൂഹികമായ പഠനം വേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ എനിക്ക് എൻ്റേതായ ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ആ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്ന് പറയാൻ വേണ്ട ഒരു തലത്തിലെത്തിയിട്ടില്ല. തീർച്ചയായും ഒരു അന്തർ സംസ്ഥാനങ്ങളിലേക്ക് ഒരു കേരള മോഡൽ അത് എങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയും? ഉത്തരേന്ത്യയെ പോലെയുള്ള ഒരു ഉത്തർപ്രദേശിനെ പോലുള്ള ഒരു സ്ഥലത്ത് പോലും എത്ര ഭീഷണമാണ് കാര്യം നോക്കുക നിങ്ങൾ. ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉത്തർപ്രദേശിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളൊരു നാട്ടിൽ, ഒരു സംസ്ഥാനത്ത് ഒരു മുസ്ലിം പ്രതിനിധിയില്ല പാർലമെന്റിൽ. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം രാഷ്ട്രീയമായ നിരക്ഷരത തന്നെയാണ്. അവിടെ രാഷ്ട്രീയമായ നിരക്ഷരത എന്ന് പറയുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അവിടുത്തെ രാഷ്ട്രീയം എന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമല്ല, പലപ്പോഴും വ്യക്തി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ്. ആ വ്യക്തിയിൽ നിന്ന് സമുദായ നേതാവിന് കിട്ടുന്നത് മാത്രമാണ് അവിടുത്തെ രാഷ്ട്രീയമായ മുസ്ലിമിൻ്റെ നന്മയും തിന്മയും തീരുമാനിക്കുന്ന കാര്യം. അവിടെ മുതൽ തുടങ്ങേണ്ട കുറേ കാര്യങ്ങളുണ്ട്. തീർച്ചയായും അത് പഠിക്കേണ്ടതാണ്, അതൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പച്ചയായി ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സംഗതി, ഇന്ത്യ എന്ന ഒരു സാംസ്കാരിക ഒരു നാഗരിക സമുച്ചയത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ അയാൾ ഏത് പ്രത്യയശാസ്ത്രമാകട്ടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സത്യം ഇതാ തുറന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇനി മുസ്ലിങ്ങളെ നിങ്ങളുടെ കൈകളിലാണ് താക്കോൽ എന്നാണ്. ഈ താക്കോലിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ് പ്രശ്നം. നിങ്ങൾ ഈ താക്കോലിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. അത് ഉപയോഗിക്കുന്ന രംഗത്ത് നിങ്ങൾക്ക് നമ്മുടെ പൂർവ്വപിതാക്കൾ കാണിച്ചു തന്ന മാർഗത്തിലൂടെ പോകാൻ കഴിയുമോ? പൂർവ്വപിതാക്കൾ കാണിച്ചു തന്ന മാർഗം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുക, സാമൂതിരിക്കു വേണ്ടിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തൻ്റെ തുഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കുന്നത്. ആ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ആരാണ്? കേരള മുസ്ലിങ്ങളുടെ ബൗദ്ധികാചാര്യൻ, അക്കാലഘട്ടത്തിലെ ബുദ്ധിപരമായ ആചാര്യൻ. ആ ബുദ്ധിപരമായ ആചാര്യൻ സാമൂതിരിക്ക് വേണ്ടി, എന്തുകൊണ്ടാണ് സാമൂതിരിക്ക് വേണ്ടി സമർപ്പിക്കുന്നത്? സാമൂതിരിയുടെ നാട്ടിൽ ഇസ്ലാം വളരുന്നു എന്നതുകൊണ്ടാണ്, ഇസ്ലാമിക പ്രബോധനത്തിന് അവസരമുണ്ടെന്നുള്ളത് കൊണ്ടാണ്, മുസ്ലിമിന് ജീവിക്കാൻ ഒരു പ്രയാസമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം പോർച്ചുഗീസുകാരൻ ശത്രുവാകുന്നതും അതുകൊണ്ട് തന്നെയാണ്, നേരെ എതിരാകുന്നത് കൊണ്ടാണ്. ഈ ഒരു തലം കേരളത്തിലെ മുസ്ലിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന തലം, ആ ഒരു തലത്തെ നമ്മൾ വേണ്ടത്ര പങ്കുവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അത് പങ്കുവെക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ എല്ലാം പരിശ്രമങ്ങൾ ഇനി ഉണ്ടാകേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അത്തരം രംഗത്ത് അത്തരം രംഗത്തേക്കുള്ള ഒരു പഠനത്തിന് ഇത്തരം ഒരു ചർച്ച നിമിത്തമാകുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇത്തരം ചർച്ചകൾ ഇത്തരം ചർച്ചകളുടെ പ്രസക്തി അവിടെയാണ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരൊറ്റ ചോദ്യത്തിനും കൂടെയുള്ള അവസരമാണ്. ലാസ്റ്റ് ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മൻസൂർ. ഈ ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, അതായത് ഈ
മോദി സർക്കാർ വന്നത് പൊടുന്നനെയാണ്, അപ്രതീക്ഷിതമായിട്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹുക്കൂമത്ത് ഇലാഹി എന്ന ആശയവും അതിനുവേണ്ടിയുള്ള ആഹ്വാനവും അതിൻ്റെ പ്രസക്തി ഒന്ന്. സഹോദരൻ മൻസൂറിൻ്റെ ചോദ്യം ഇത്തരം സാഹചര്യത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഹുക്കൂമത്തെ ഇലാഹി എന്ന ആശയത്തിൻ്റെ പ്രസക്തിയാണ്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞവരനെ അത് നിർത്തിയാണ്. പിന്നെ ഇപ്പം വെറുതെ എന്തിനാ മൻസൂറായി വെറുതെ പിടിച്ചു വെച്ചിട്ട് അത് ഭയങ്കരമായി പറഞ്ഞ ആളുകൾ അതെല്ലാം നിർത്തിയിട്ട് ഇപ്പോൾ സാധാ പ്രാദേശിക ലെവലിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് അവരെ ചീത്ത പറയല്ല, കുറ്റം പറയല്ല. യഥാർത്ഥത്തിൽ ജനാധിപത്യ ക്രമത്തിലെ യഥാർത്ഥത്തിലുള്ള ഇടപെടൽ എങ്ങനെയാകണമെന്ന് ബുദ്ധിഷണാശാലികളായ നമ്മുടെ പൂർവ്വഗാമികൾ പറഞ്ഞതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് യഥാർത്ഥത്തിൽ വലിയൊരു ലക്ഷണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അതേസമയം അതിനിയും മുസ്ലിം സമൂഹത്തെ രാഷ്ട്രീയമായി ഭിന്നിപ്പിക്കുവാനാണെങ്കിൽ തീർച്ചയായും അത് അപകടകരവുമാണ്. ഒരു വലിയ ലക്ഷണമാണ്. കാരണം നാട്ടിനെ അംഗീകരിക്കാതെ, ഒരു രാജ്യത്തെ അംഗീകരിക്കാതെ ഒരു നാട്ടിൽ ഒരു പ്രവർത്തനം നടത്താൻ കഴിയില്ല. അതൊരു വസ്തുതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുതൽ നമ്മൾ പഠിക്കേണ്ട വസ്തുതയാണിത്. റസൂലുള്ള അറബ്യൻ ഗോത്രവർഗ സമൂഹമായ ഖുറൈശി സമൂഹത്തെ അംഗീകരിച്ചുകൊണ്ടാണ്, ഖുറൈശി സമൂഹത്തിൻ്റെ നന്മകളെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നത്. അവിടെ നിന്ന് മദീന സമൂഹത്തിലേക്ക് പോകുമ്പോൾ മദീന സമൂഹത്തിൻ്റെ നന്മകളെ അംഗീകരിച്ച്, അവിടുത്തെ സമൂഹത്തെ അംഗീകരിച്ച്, ആ സമൂഹങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കി, അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പുവരുത്തി, അവിടെ നമുക്കെന്ത് ചെയ്യാനുണ്ട് എന്ന് കൃത്യമായി നിർണയിച്ച് അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ലഭിക്കുന്ന വലിയ പാഠങ്ങളുണ്ട്. ഒരു നാടിനെ നിഷേധിച്ചുകൊണ്ട്, ഒരു നാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആ നാടിനെ തന്നെ അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു നാട്ടിലും നിലനിൽക്കാൻ കഴിയില്ല. ആ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ജനാധിപത്യ ഇന്ത്യ എന്നത് അടിസ്ഥാനപരമായ ജനാധിപത്യ രാഷ്ട്രമാണ്, ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ രാജ്യത്തിൽ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഇന്ത്യയുടെ ഭരണഘടനയെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനയെയും അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ഭാഗതയും നിർണ്ണയിക്കാനും നമ്മുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ഒപ്പം തന്നെ നമ്മുടെ സമുദായത്തിന് ഉയർന്നു പോകാനും കഴിയൂ. ആ ഉയർച്ചയിൽ നമുക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണ് ഈ ഒരു പ്രസ്താവന എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ആ അംഗീകാരം നടത്തിയ ആളുടെ മനസ്സിൽ കാപട്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ആ പ്രസ്താവന നമ്മുടെ സമൂഹത്തിനുള്ളൊരു അംഗീകാരമാണ് എന്ന് തിരിച്ചറിയുകയും ആ അംഗീകാരം ലഭിച്ചത് നമ്മുടെ പൂർവ്വഗാമികളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് തിരിച്ചറിയുകയും ആ പ്രവർത്തന തുടർച്ച നമ്മളിൽ നിന്നുണ്ടാകണം എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു രൂപത്തിലുമുള്ള ഭീകരവാദം നാട്ടിൻ്റെ നന്മക്കോ നമ്മുടെ നന്മത്തോ നിമിത്തമാവില്ല എന്ന് തിരിച്ചറിയാനും ഭീകരവാദത്തിനെതിരെയുള്ള സമരത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കാനും ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത നിങ്ങളോട് എല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം സുഖമില്ലാതിരുന്നിട്ടും നമ്മുടെ ഈ പരിപാടിക്കായി ഇവിടെ എത്തിച്ചേർന്നതാണ്. അദ്ദേഹമാണ് സംസാരിക്കുന്നത് ഇതുവരെയുള്ള സമയങ്ങളൊക്കെ. അതുകൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും, ചോദ്യം ഉള്ളവരായ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ അത് ഉപയോഗപ്പെടുത്താമെന്ന് അറിയിക്കുന്നു. സ്ത്രീകൾ ദയവായി ഇപ്പോൾ തന്നെ ഇറങ്ങരുത്. നമുക്കൊരൊറ്റ എൻട്രൻസാണ് പുറത്തേക്കുള്ളത്. ഒരല്പസമയം കൂടെ അവിടെ ക്ഷമിച്ചിരിക്കണം എന്നറിയിക്കുകയാണ്. ഒരു മൊബൈൽ വീണ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആളുകൾ മൈക്ക് പോയിൻറ്റുമായി ബന്ധപ്പെടണം. ഇസ്ലാഹി സെൻ്ററിൻ്റെ സെക്രട്ടറി ഷാജഹാൻ എളങ്കൂരിനെ നന്ദി പ്രകടനത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ഈ സമയം വരെ മുസ്ലിങ്ങളുടെ ദേശസ്നേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരി എന്ന വിഷയത്തിൽ 1400 വർഷങ്ങളിലൂടെ സഞ്ചരിച്ച്, ഇന്ത്യയുടെ ചരിത്ര വർഷങ്ങളിലൂടെ സഞ്ചരിച്ച് സംസാരിച്ച അക്ബർ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന
മീഡിയ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സംഘടനാ പ്രതിനിധികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് ഇവിടെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഇസ്ലാഹി സെൻ്ററിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നതാണ്, പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ്. എല്ലാ പൊതുപരിപാടികളും നിങ്ങളെ ഇൻഷാ അല്ലാ അറിയിക്കും. അതിലെല്ലാം നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.